السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ നിർവഹിക്കേണ്ടുന്ന ദുആകളും ദിക്റുകളും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനവധി ക്ലാസ്സുകളിലൂടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു 100 തവണ പകലും അതുപോലെ തന്നെ രാത്രിയിലും ഒക്കെ ആയിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാലുള്ള മഹത്വം നമ്മൾ കേൾക്കുകയുണ്ടായി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ എന്നുള്ള ഈ ദിക്ർ തന്നെ നമുക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ പഠിപ്പിച്ചു തന്നു. 10 ചൊല്ലിയാൽ തന്നെ. അതാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, മഹാനായ സഹാബി അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നബി തങ്ങൾ പറയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും 10 മിറാരിൻ 10 തവണ പറഞ്ഞാൽ കാന, അവൻ ആരെ പോലെയാണ്? കമൻ അഅ്തഖ 4 അൻഫുസിൻ മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്നും 4 പേരെ മോചിപ്പിച്ചവന് സമാനമാണ്. മുമ്പ് 100 പ്രാവശ്യം ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമാണ് എന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേ അവസരത്തിൽ ഇവിടെ 10 തവണ പറഞ്ഞാൽ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ഒരാളിത് 10 തവണ ആ ഉദ്ദേശാർത്ഥം പറഞ്ഞാൽ തന്നെ, അപ്പോൾ 100 തവണ മറ്റേത് പറയാം, പ്രത്യേകം എന്ത് ചെയ്യാം, ഇത് 10 തവണ പറയാം. ഇതിലെന്താണ്? ഇതിൽ സാധാരണ ആളുകളെയല്ല, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന്, പ്രവാചകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് 4 ആളുകളെ മോചനം നടത്തിയതിൻ്റെ വലിയ പ്രതിഫലമാകുന്നു. അപ്പോൾ 10 തവണ ചൊല്ലിയാലും ഏറ്റവും ഇതിന് മഹത്വമുണ്ട്. അതിൻ്റെ ഒരു മഹത്വമാണ് നമ്മൾ ഈ റിപ്പോർട്ടിൽ കേട്ടത്. ഇനി ഇതേ കാര്യത്തെ സംബന്ധിച്ച് തന്നെ 10 തവണ ചൊല്ലിയാലുള്ള മഹത്വം മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ഇതേ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 മറാത്തിൻ ഹീന യുസ്ബിഹു. കണ്ടോ, പ്രഭാത നേരത്ത് ആരെങ്കിലും 10 തവണ പറഞ്ഞാൽ, അപ്പൊ സുബഹിയുടെ നേരത്ത് കണ്ടോ, അദ്കാറുസ് സബാഹി, പ്രഭാത നേരത്ത് ആരെങ്കിലും 10 തവണ പറഞ്ഞാൽ കുതിബ ലഹു ബിഹാ, അത് കാരണമായി അവൻ എഴുതപ്പെടും 100 ഹസന, 100 നന്മ എഴുതപ്പെടും. വമുഹിയ അൻഹു ബിഹാ 100 സയ്യിഅ, അവനിൽ നിന്ന് 100 തിന്മകൾ മായ്ക്കപ്പെടും. വകാനത്ത് ലഹു അദ്ല റഖബത്തിൻ, ഒരടിമയെ മോചിപ്പിച്ചതിൻ്റെ തുല്യ പ്രതിഫലവും അവനുണ്ടാകും. വഹുഫിള ബിഹാ യൗമഇദിൻ ഹത്താ യുംസിയ, അത് കാരണമായി പ്രദോഷം വരെ, വൈകുന്നേരമാകുവോളം അവന് പ്രത്യേകം പ്രൊട്ടക്ഷൻ നൽകപ്പെടുകയും ചെയ്യും. അപ്പം ഇത് പ്രഭാതത്തിൽ 10 തവണ പ്രത്യേകം പറയുന്നതും മഹത്വമുണ്ട്. നേരത്തെ പറഞ്ഞതോ, അത് പ്രഭാതത്തിൽ എന്ന പ്രത്യേകതയില്ല, പകലിൽ ഏത് സമയത്തും നമുക്ക് പറയാവുന്നതാണ്. ഇതേപോലെ വമൻ ഖാല മിസ്ല ദാലിക ഹീന യുംസി, ഇത് വൈകുന്നേര സമയത്ത് ഒരാൾ ഇതേപോലെ 10 തവണ പറഞ്ഞാലും കാന ലഹു മിസ്ലു ദാലിക, ഇതേപോലെ തന്നെയുള്ള പ്രതിഫലം അവനുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, എത്ര കാര്യമായി 10 തവണ പറഞ്ഞാലുള്ള പ്രതിഫലത്തിൻ്റെ 2 റിപ്പോർട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇതും നമുക്കിനി വളരെ തിരക്ക് പിടിച്ച സമയമാണെങ്കിൽ 10 തവണ പറയാൻ നമുക്ക് ഏതാനും മിനിറ്റുകളെ വേണ്ടി വരികയുള്ളൂ, 2 മിനിറ്റുകളൊക്കെ അല്ലേ വേണ്ടി വരുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 1 മിനിറ്റ് 10 തവണ പറയാൻ വേണ്ടി വരുള്ളൂ. ആ രൂപത്തിലും നമ്മൾ ഇത് നിർവഹിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെയൊക്കെ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അത് മനസ്സിൽ കരുതി ആ പ്രതിഫലേച്ഛയോടുകൂടി
നമ്മൾ ഈ ദിക്റിനെയും പതിവാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.